തൃശൂരിലേക്ക് തൃശൂർ പൂരം കലക്കലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുകയാണ്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി എ ഗിരീഷിന്റെയും മറ്റ് ഭാരവാഹികളുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് ഈ മൊഴിയെടുപ്പ്. പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾക്ക് മൊഴിയെടുപ്പിനായി നോട്ടീസ് ഉടൻ നൽകും. MG മിഥുനാണ് ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഗുഡ് മോർണിംഗ്. മിഥുൻ, ഈ പൂരം കലക്കലിൽ സുരേഷ് ഗോപിക്കെതിരെ ഇന്നലെ ഒന്ന് ആംബുലൻസ് എത്തിയതിന്റെ കേസ് എടുത്തിരുന്നു. മാത്രമല്ല മറ്റൊരു കേസ് കൂടിയുണ്ട്, ഒറ്റത്തന്ത പരാമർശത്തിലും കേസ് എടുത്തു. അപ്പോൾ ആദ്യം ഈ പൂരം കലക്കലിലെ അന്വേഷണം, അത് മൊഴിയെടുപ്പ് തുടരുകയാണല്ലോ. ഇന്ന് എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ? എൽദോ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇങ്ങനെ കാലാകാലങ്ങളായി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 6 മാസത്തിന് ശേഷവും ചർച്ചാ വിഷയം തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയം തന്നെയാണ് പൂരം കലക്കൽ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ്, അതായത് ഈ ഒരു തൃശൂർ ഈസ്റ്റ് പോലീസ് കേസ് FIR രേഖപ്പെടുത്തുന്നു. അതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു, പൂരം കലങ്ങിയിട്ടുണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നീട് അന്വേഷണ സംഘം ഇത്തരത്തിൽ മൊഴിയെടുപ്പ് തുടങ്ങുന്നത്. മൊഴിയെടുപ്പ് ആദ്യം നടത്തിയത് അന്ന് ഈ പൂരത്തിന്റെ സമയത്തുണ്ടായിരുന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി ആയിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തുകയും അവർ കൃത്യമായി പോലീസിനോട് മൊഴി പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച അന്ന് സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ നിയന്ത്രണം വന്ന് ആവശ്യമില്ലാത്ത സമയത്തും നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ള അടക്കമുള്ള കൃത്യമായ രീതിയിലുള്ള മൊഴി അന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുകയും ചെയ്തു. അത് തന്നെയായിരുന്നു മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞത്. കാരണം ഈ സ്വരാജ് റൗണ്ടിലടക്കം മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നിയന്ത്രണം അന്ന് ഏർപ്പെടുത്തി. അത് എന്തിനാണ് എന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു. തങ്ങളെപ്പോലും വിടാത്ത തരത്തിലുള്ള നിയന്ത്രണമായിരുന്നു അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമെന്നുള്ളതാണ് ഈ മൊഴിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെയാണ് തിരുവമ്പാടി ഒപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നോട്ടീസ് നൽകുന്നത്. ആദ്യം നൽകിയത് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിക്കും ഒപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറിക്കുമാണ് ഈ ഒരു നോട്ടീസ് നൽകിയത്. എ ഗിരീഷിനും കെ ശശിക്കുമാണ് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാക്കണമെന്നായിരുന്നു ഇരിങ്ങാലക്കുട പോലീസ് പോലീസ് ക്ലബിലേക്ക് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഹാജരാക്കണമെന്നായിരുന്നു ഇരുവർക്കും നോട്ടീസ് നൽകിയതെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഇത്തരത്തിൽ സെക്രട്ടറി അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് ഹാജരാക്കണമെന്ന് ഇരുവർക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തൃശൂർ പോലീസ് ക്ലബിലേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയത്. രാവിലെ 10 മണിയോടുകൂടി ഇരുവരുടെയും ചോദ്യം ചെയ്യൽ മൊഴിയെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും കൃത്യമായ വിവരങ്ങൾ തേടും. സ്വാഭാവികമായി നമുക്കറിയാം ആ FIR-ൽ ഒരു ആളുടെയും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും തന്നെ അത് പ്രതിസ്ഥാനത്തുള്ളത് തിരുവമ്പാടിയും ഒപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇവരിൽ നിന്ന് കൃത്യമായ മൊഴിയെടുക്കണം. അന്ന് എന്താണ് സംഭവിച്ചത്? തിരുവമ്പാടിയിലേക്ക് അന്ന് സുരേഷ് ഗോപി വന്ന സാഹചര്യമുണ്ട്, ആംബുലൻസിൽ വന്ന സാഹചര്യമുണ്ട്. അന്ന് ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഒരു അന്വേഷണ സംഘം തേടുകയും ചെയ്യും. തുടർന്നാണ് പാറമേക്കാവിന്റെ സെക്രട്ടറിമാർക്കും ഒപ്പം തന്നെ മറ്റ് ഭാരവാഹികൾക്കും നോട്ടീസ് നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പൂരം കലക്കലിൽ കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാം. നമുക്കറിയാം, നേരത്തെ ഒരു അലംഭാവം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന അന്വേഷണ സംഘത്തെ നമ്മൾ കാണുകയും ചെയ്തു. പിന്നീടാണ് ഒരു ജീവൻ വെപ്പ്, അതായത് ഈ ഒരു കേസ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ കൊണ്ടുവന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇങ്ങനൊരു FIR ഇടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ FIR തയ്യാറാക്കുന്നു. പിന്നീടാണ് ഈ ഒരു പൂരം കലക്കലിന് ഒരു ചെറിയ ജീവൻ വെച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ 6 മാസത്തിന് ശേഷം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുന്നത്. നേരത്തെ നിരന്തരം CPI ആണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. കാരണം അനധികൃതമായിട്ടാണ് ഈ ഒരു ആംബുലൻസ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് വാർത്തകളുണ്ട്. കാരണം തൃശ്ശൂരിൽ പൂരം കലക്കൽ അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പുണ്ട്. മാത്രമല്ല കൊടകരയിൽ നിന്നും വാർത്ത ഇന്ന് ഒരുപാട് വരാനുണ്ട്. അപ്പോൾ